വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ചിന്തിച്ചിരിക്കുകയായിരിക്കും അല്ലെ, എന്താണ് ഞാൻ ഇവിടെ നിന്നും കണ്ടിട്ട് എന്തായാലും മനസ്സിലായോ? ഇതെന്റെ കിച്ചൺ ആണ് കേട്ടോ. അതിന്റെ കബോർഡ് കാര്യങ്ങളൊക്കെയാണ്. കിച്ചൺ ടൂർ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിലെ താരം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവുമെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ടൂർ ആണ്. എന്താണ് ഫ്രിഡ്ജ് ടൂർ കേട്ടോ. ഞാനിപ്പോ 2-3 വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് മിക്കവരും ഫ്രിഡ്ജ് ടൂർ അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു നമുക്ക് ഒരു ഫ്രിഡ്ജ് ടൂർ ട്രൈ ചെയ്യാന്ന് കേട്ടോ. ഫ്രിഡ്ജ് ടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണോ എന്റെ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് അതേപടി തന്നെയാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളോ അങ്ങനെ എങ്ങനെ മാറ്റിയിട്ടോ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ. എന്റെ ഫ്രിഡ്ജ് എങ്ങനെയാണ് അത് തന്നെയാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കൂടുതൽ സംസാരിക്കാണ്ട് ഫ്രിഡ്ജ് ടൂർ കാണാം കേട്ടോ. ഫ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് സാംസങ്ങിന്റെ ഫ്രിഡ്ജാണ് കേട്ടോ. ഏതൊരു 10 വർഷമായി വാങ്ങിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രിഡ്ജാണ്. അപ്പോൾ നമുക്കിത് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. മൊത്തത്തിലുള്ള റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ വിറ്റാമിൻ സി ആണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ഫ്രിഡ്ജിലാണ് വിറ്റാമിൻ സി സൂക്ഷിക്കാറ്. കുറച്ചായി യൂസ് ഞാൻ പറഞ്ഞത് എനിക്ക് ചെറിയ അത്ര പിടിക്കത്തില്ല വിറ്റാമിൻ സി, എന്നാലും ഞാൻ വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ വരുമ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ചൗരി എന്നൊക്കെ പറയത്തില്ലേ അത്. പിന്നെ ഇത് നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു സമയത്ത് വൈറലായിരുന്നു, നമ്മുടെ നെയ്യ് ഇങ്ങനെ തണുത്ത വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ, അതാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കിൻ ഡ്രൈ ആകുമ്പോൾ, കാലും കൈയൊക്കെ ഡ്രൈ ആകുമ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അടുത്തത് പപ്പടം. അത് നമ്മുടെ പപ്പടം. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള ബേക്കിംഗ് പൗഡർ, അത് അത്രയാണ് കേട്ടോ. ഈ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് റോയിൽ വരുമ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാർലിക് ഒരു ബോട്ടോസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഗാർലിക് പ്ലസ് റൈസ് വെച്ചിട്ടുള്ളതും അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനത് ഫസ്റ്റിലത്തെ ബാച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നതാ. അപ്പൊ അടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും 2 മുട്ടയുണ്ട്, നാടൻ മുട്ടയുണ്ട്, വെള്ള മുട്ടയുണ്ട് കേട്ടോ. ഞാൻ നാടൻ മുട്ട കഴിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല അതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ. നാടൻ മുട്ട ബാക്കിയുള്ളവർക്കും വെള്ള മുട്ട എനിക്കും, അങ്ങനെയാണ് കേട്ടോ ഈ മുട്ടയുടെ ഒരു കണക്കെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ഈ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇത്രയാണ്. ഈ ഒരു പോർഷൻ വരുമ്പോൾ ഏകദേശം എൻ്റെ സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഇത് നമ്മുടെ ഗാർലിക് പ്ലസ് ഹണി അതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഞവരരി, പിന്നെ കോലരക്ക്, ഇത് മഞ്ചിഷ്ട കണ്ടോ, ഇത് മഞ്ചിഷ്ട. ഏകദേശം ഒരു അങ്ങാടിക്കട മുഴുവനും ഉണ്ട് കേട്ടോ. ഇത് ഓട്സ് ഇങ്ങനെ പൊടിച്ചു വെച്ചേക്കുന്നേ. പിന്നെ വരുമ്പോ ഇത് നമ്മുടെ എന്താണിത്, ഇത് വരുമ്പോ മിഠായി മേഡ് കേട്ടോ. അതായത് നമ്മുടെ മിൽക്ക് മേഡ് ഞാൻ കവറിലാക്കി ഇങ്ങനെ വെച്ചേക്കുന്നതാ. പിന്നെ അമൃതം പൊടി കേട്ടോ, ഇതിന്റെ ബേക്കിലിരിക്കുന്ന അമൃതം പൊടി. പിന്നെ വരുമ്പോ എന്താണ് ഇത്, നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ കൊത്തിയിരുന്ന് കേട്ടോ അത്. പിന്നെ ഇത് വരുമ്പോ നമ്മുടെ ഫ്ലാക്സീഡ് ഇല്ലേ, ഫ്ലാക്സീഡ് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാക്ക് ഇടുമ്പോൾ അതിങ്ങനെ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ. അപ്പൊ അതിന്ന് ബാക്കി വന്നത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ, സൂക്ഷിച്ച്. നല്ല ഫേഷ്യൽ കേട്ടോ, അടിപൊളി സാധനമാണ്. അപ്പൊ അത്. പിന്നെ ഇത് നെയ്യ് കേട്ടോ, മോഡിക്കേണ്ട നെയ്യാണ് കേട്ടോ, നല്ല നെയ്യ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പൊ അത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാ. പിന്നെ ഇത് വരുമ്പോ കോൺഫ്ലോർ ഉണ്ട്, പിന്നെ ഇത് മിൽട്ടാണി മുട്ടി, പിന്നെ ഇത് കസ്തൂരി മെത്തി, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ ഇത്രയും റോ കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റിൽ വരുമ്പോ കണ്ടോ, അപ്പൊ അവിടെ ഞാൻ ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാ. പിന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ മസാല ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വരുമ്പോ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്. പിന്നെ ഇത് നമ്മുടെ മസൂർ ദാലില്ലേ അത്. പിന്നെ ഇതിന്റെ അടിയിലിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിന്റെ പൊടിയാണ് കേട്ടോ, അമ്മ കൊടുത്തു വിട്ടതാ. അപ്പൊ അതോട് കൂടിയിട്ട് ഈ നമ്മുടെ ഡോറിലെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഈ സെക്ഷനിലേക്ക് കിടക്കാം, മെയിൻ സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ പറയുമ്പോഴത്തേക്ക് ഫ്രീസറാണ് കേട്ടോ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോകണം. ഫ്രീസറാണ്. ഫ്രീസറിനകത്ത് വരുമ്പോൾ ശവം ഉണ്ട് കേട്ടോ, മീൻസ് കോഴിയുടെ ശവം, അതായത് ചിക്കൻ ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങി കുറച്ച് ചിക്കൻ സൂപ്പ് പാസ്ത അങ്ങനെയൊക്കെ എന്നൊക്കെ ഞാൻ ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ എപ്പോഴും എടുത്ത് മാറ്റി വെക്കാറുണ്ട്. നമ്മൾ ചിക്കൻ സൂപ്പോ പിന്നെ സൂപ്പായിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പാസ്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് 3-4 പീസൊക്കെ എടുത്ത് മാറ്റി വെക്കും.
പിന്നെ വരുമ്പോഴത്തേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം, കുറച്ച് മീനിന്റെ വേസ്റ്റ് ആണ് കേട്ടോ, അത് നമ്മുടെ ഡോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഐസ് ട്രേ, അത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വരുമ്പോ ഫ്രിഡ്ജിന് വരുമ്പോ ഓറഞ്ച് കേട്ടോ, ഓറഞ്ചും പൈനാപ്പിളും ഇരിപ്പുണ്ട്. ഞാൻ ശ്വാസം മുട്ടി വലിക്കാന്ന് വലിച്ചിരുന്നാലും തണുപ്പ് കഴിക്കുന്നതിന് ഒരു കുറവില്ല കേട്ടോ, ഒരു കോംപ്രമൈസും ഇല്ല. എത്ര കിട്ടിയാലും ഞാൻ പഠിക്കത്തില്ല, അതാണ് കേട്ടോ. അതാണ് അതിന്റെ തെളിവ്, അതിന്റെ തെളിവുകളാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോ അതിനകത്ത് ഇതിങ്ങനെ. പിന്നെ പാല് കേട്ടോ, പാല് കഴിഞ്ഞു. അപ്പോ അടുത്ത് വരുമ്പോ ദോശമാവ് കേട്ടോ, അത് ഇന്നലെ ഉണ്ടാക്കിയ ദോശയുടെ മാവ് ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നതാ. ദോശമാവ്. പിന്നെ എന്താണ്, പിന്നെ കുറച്ച് കറി കേട്ടോ, അതും ബാക്കി വരുന്നത്. അത് ഇതാണ് കേട്ടോ, ഇതിനകത്ത് കാണിച്ചു കേട്ടോ, ചപ്പാത്തി മാവ്. ചപ്പാത്തി മാവ് ഞാൻ ഇങ്ങനെ കുഴച്ച് 2 ദിവസത്തേക്ക് കുഴച്ച് ഇങ്ങനെ വെക്കും കേട്ടോ. എപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ കുഴക്കാൻ വയ്യാഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തി മാവ് ഞാൻ ഇങ്ങനെ കുഴച്ച് വെച്ചേക്കും. പിന്നെ ലാസ്റ്റിലെത്തത് വരുമ്പോ നമ്മുടെ നാളത്തേക്കുള്ള ദോശമാവാണ് കേട്ടോ, ദോശമാവ്. പിന്നെ ഇതിനകത്ത് ബാക്കി ഞാൻ മാവ്, ഇടിയപ്പം മാവ്, ബാക്കി ഗോതമ്പ് മാവ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരു ടിന്നിനകത്തോട്ടാക്കി ഇതിനകത്തേക്കാക്കി ഫ്രിഡ്ജിനകത്തങ്ങ് സൂക്ഷിച്ചു വെക്കും. അതാകുമ്പോഴത്തേക്ക് വണ്ട് കാര്യങ്ങളൊന്നും ചീത്തയായി പോകത്തില്ല പെട്ടെന്ന്. കാരണം പിന്നെ ഇതിനകത്തിരിക്കുന്നത് നമ്മുടെ അമൃതം പൊടി, നമ്മുടെ നേഴ്സറിൽ നിന്ന് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ്, ബാക്കി കാര്യങ്ങളൊക്കെ ചീരയുണ്ട്, കറിവേപ്പില, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. പച്ചക്കറി, വെറും പച്ചക്കറി, അത്രയേ ഉള്ളൂ. ഇത്രയാണ് കേട്ടോ എന്റെ ഫ്രിഡ്ജിൽ വരുമ്പോഴത്തേക്ക്. എന്റെ ഫ്രിഡ്ജിൽ അത്യാവശ്യം ഇത്രയൊക്കെ കാണുള്ളൂ. പിന്നെ ചിലപ്പോൾ എന്താണ് കുറച്ച് കറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. ഇപ്പൊ കറി, തോരൻ, എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉണ്ടാവൂ. ഞാനങ്ങനെ കൂടുതലും അടച്ചു വെക്കട്ടെ ഒന്ന്. ഞാനങ്ങനെ കൂടുതൽ ഫ്രിഡ്ജ് ഇങ്ങനെ കുത്തിനെരുക്കി വെക്കാറില്ല. ആവശ്യമില്ലാത്ത 2 ദിവസത്തേക്ക് കേട്ടോ, എന്തെങ്കിലും വെക്കുമ്പോൾ 2 ദിവസത്തേക്ക് അങ്ങനെ വെച്ചിട്ട് എടുത്തങ്ങ് കളയാറാണ് ഇപ്പോൾ അത്. അപ്പൊ ഇതായിരുന്നു കേട്ടോ എന്റെ ഫ്രിഡ്ജിനകത്തുള്ളത്. എന്റെ ഏകദേശം സൗന്ദര്യവർദ്ധക കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ കൊണ്ട് ഏകദേശം പാവ ഒന്ന് ഫില്ലായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരയ്ക്കും ബൈ.